Hi, good morning guys. Welcome to my new video. രാവിലെ എഴുന്നേറ്റു. ഡോറെല്ലാം ഓപ്പൺ ചെയ്താൽ കാണുന്നത് നമ്മുടെ മുറ്റാണ്. മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഡ്രയർ ഇട്ടിട്ടുണ്ട്. ആ ഡ്രയറിൽ രാവിലെ തന്നെ ഞാൻ മെഷീനിലിട്ട് കഴിഞ്ഞാൽ തുണികളെല്ലാം ഡ്രയറിൽ വിരിച്ചിട്ട് ഈ കാണുന്നത് നമ്മുടെ തുളസിയാണ്. ആകെ തുളസി മാത്രമേ എനിക്ക് പ്ലാന്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിധത്തിലെല്ലാം കൂടെ ഒപ്പിച്ചു. ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അടുത്തത് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫിഷും കാര്യങ്ങളൊന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓക്കെയായി. ഇനി ഒന്ന് കഴിക്കണം. കഴിച്ചതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ആണ്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കേണ്ടത്. അയലയാണ് ഫിഷ്. ഇനി ഈ ഫിഷ് നമുക്ക് ഉച്ചക്കേക്ക് വേണ്ടി കറി വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം എടുത്ത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കണം. അതിനുശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. രാവിലത്തെ നമ്മളൊരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പാത്രങ്ങളെല്ലാം ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇനി അടുത്ത ലഞ്ച് പ്രിപ്പറേഷനാണ്. ലഞ്ചിന് ഞാൻ പറഞ്ഞല്ലോ അയല പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഞാൻ അരച്ച് കറി വെച്ചിട്ടുണ്ട്. മുളക് ഇട്ടത് തലേ ദിവസത്തെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അയല കറി വെക്കാം, അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് പച്ചടിയാണ്. അത് തലേ ദിവസത്തെ പച്ചടിയും പിന്നെ മുളകിട്ട കറി ഉണ്ടായിരുന്നു തലേ ദിവസം വെച്ച്. അത് രണ്ടും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് അയലക്കറി മാത്രം നമ്മൾ വെക്കുക, ചോറിടുക. ഇതാണ് ഉച്ചക്കത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അതായത് ചോറിട്ടു ലാസ്റ്റ്. അതിന് ശേഷം ഇന്നലത്തെ കുറച്ച് കറികളുണ്ട്, അതൊക്കെ ചൂടാക്കി എന്നതിന് ശേഷം ഫുഡ് കഴിക്കണം. എന്നതിന് ശേഷം ലഞ്ച് എല്ലാവർക്കും കൊടുക്കണം, പിന്നെ കഴിക്കണം. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമുക്ക് ക്ലീനിങ് ആണ്. എല്ലാ പാത്രങ്ങൾ കഴുകണം, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ ഉച്ചക്കത്തുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം വീഡിയോ ഞാൻ എടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച്
ടീ ബ്രേക്കെല്ലാം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നേരിട്ട് രാത്രിയത്തെ എന്താണ് മെയിൻ എന്ന് നോക്കാം. ഇന്ന് നമുക്ക് രാത്രി അത്ര വലിയ ഇതൊന്നുമല്ല, ജസ്റ്റ് ഒരു സൂപ്പാണ്. എല്ലാവർക്കും സൂപ്പ് കുടിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ സൂപ്പ് ഇതിൻ്റെ കൂടെ തന്നെ സൂപ്പിൻ്റെ ചെറിയ തരത്തിലുള്ള റെസിപ്പിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, ബോൺലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അത് ആദ്യം എടുത്ത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാം. നമുക്ക് മാഗീൻ്റെ എല്ലാം ക്യൂബ്സ് ഉണ്ടാവുമല്ലോ സ്റ്റോക്കായിട്ട് കിട്ടുക, അപ്പോൾ അത് അതിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടവേളകളിൽ നമുക്ക് എന്തെങ്കിലും ആനന്ദകരമായി ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ചെറിയ വീഡിയോസ്. ഈ സൂപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള നമുക്ക് അത് സൂപ്പ് കുടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സേമ്യത്തിൻ്റെ ചെറിയ മിൽക്ക് വേംസ് എല്ലാം ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് ഉപ്പും ചേർത്ത് വേവിക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ വെജിറ്റബിൾസും, എന്തൊക്കെ വെജിറ്റബിൾസ് അതൊക്കെ സൂപ്പിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടത് കോൺഫ്ലവർ ആണ്. കുറച്ച് വെള്ളത്തിൽ അത് കലക്കിയിട്ട് മാറ്റി വയ്ക്കണം. എന്നതിന് ശേഷം മാത്രമേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷമേ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് പാടുള്ളൂ. അല്ലെങ്കിൽ ആ സൂപ്പ് പാനൊക്കെ വെച്ച് നമ്മളിതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി അബദ്ധമായി പോവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ലാസ്റ്റ് നമുക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇത് ചേർത്തിട്ട് ഇളക്കി. ഗൈസ്
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വിനാഗിരിൻ്റെ സെപ്പറേറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് പുളിപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഈ ഒരു ഇത് സൂപ്പിലേക്ക് നമുക്ക് എടുക്കും. പുളിപ്പും എരിവും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നിട്ട് കുടിക്കുമ്പോൾ മിക്സ് ആക്കി എടുത്താൽ മതി. ഗോൾഡൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.